എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഓഫ് റിയൂ മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഇഷ്ടവ്യക്തിയെ ഓർത്ത് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇഷ്ടവ്യക്തിയെ മനസ്സിൽ ഓർമ്മിക്കുക. മുഖം, ആ വ്യക്തിയുടെ സംസാരം, ശബ്ദം എല്ലാം ഓർക്കാൻ ശ്രമിക്കുക. നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് തേർഡ് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾ കരുതിയതുപോലെയല്ല, സൂക്ഷിക്കണമെന്നതിനെക്കുറിച്ചാണ്. സൂക്ഷിച്ചാൽ മതി, കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി അറിയണം. തേർഡ് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ നിർത്തി എന്ന് നിങ്ങൾ കരുതും. അങ്ങനെയല്ല കാര്യം. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തേർഡ് പാർട്ടി പ്രവർത്തനങ്ങൾ നിർത്തിയെന്ന് നിങ്ങൾ ഒരിക്കലും കരുതരുത്. തേർഡ് പാർട്ടിക്ക് നിങ്ങളോട് തീർത്താൽ തീരാത്ത അസൂയയുണ്ട്. ഓരോ നിമിഷവും നിങ്ങളെ തകർക്കുവാനായിട്ട് തേർഡ് പാർട്ടി ശ്രമിക്കുകയാണ്. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തെ തകർക്കാനാണ് തേർഡ് പാർട്ടി കൂടുതലായിട്ട് ശ്രമിക്കുന്നത്. കാരണം തേർഡ് പാർട്ടിക്ക് അറിയാം, നിങ്ങളുടെ വ്യക്തിയുമായുള്ള ബന്ധത്തിലൂടെ നിങ്ങൾ ജീവിതത്തിൽ നേടിയ ഏറ്റവും ഉദാത്തമായ അനുഗ്രഹത്തെക്കുറിച്ച് തേർഡ് പാർട്ടി കൃത്യമായിട്ടറിയാം. നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ വിജയമന്ത്രവും, ഓരോ വിജയത്തിൻ്റെ അലയൊലികളും നിങ്ങളുടെ വ്യക്തിയിൽ നിന്നാണ് ഉണ്ടായത്. നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും ചേർന്ന് നിൽക്കുമ്പോൾ അത് തേർഡ് പാർട്ടിക്ക് വിരളി പിടിക്കുന്ന ഒരു രംഗമായിട്ട് മാറുകയാണ്. തേർഡ് പാർട്ടി അല്പം പോലും അംഗീകരിക്കുന്നില്ല നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ആ ഒരുമിച്ച് നിൽക്കൽ. തേർഡ് പാർട്ടിയുടെ മനസ്സിൽ തേർഡ് പാർട്ടിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുകയുമില്ല. തേർഡ് പാർട്ടി നിങ്ങളോട് സ്നേഹമുള്ള ഒരു വ്യക്തിയെപ്പോലെ നിങ്ങളുടെ ഇടയിൽ പെരുമാറുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് അണുവിട പോലും തേർഡ് പാർട്ടിയെ സംശയിക്കുന്നൊരു മനസ്സുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അതിന് നിങ്ങൾക്ക് സാധിക്കില്ലായിരുന്നു. തേർഡ് പാർട്ടി നിങ്ങളെ സഹായിക്കുന്ന ആളാണെന്ന് ഉള്ള ഉറച്ച വിശ്വാസത്തിൽ നിങ്ങൾ മുന്നോട്ട് പോയി. പക്ഷെ സത്യം അതിൻ്റെ അപ്പുറത്തായിരുന്നു. നിങ്ങളെ തകർക്കാനും നിങ്ങൾ വിജയിക്കാതിരിക്കാനും എന്നേക്കുമായി നിങ്ങളെ ഇല്ലാതാക്കാനും ഒക്കെ തേർഡ് പാർട്ടി ശ്രമിച്ചു. അതിനുവേണ്ടി തേർഡ് പാർട്ടിക്ക് സമയമുണ്ടായിരുന്നില്ല. തേർഡ് പാർട്ടിക്ക് മടിയുണ്ടായിരുന്നു ഓരോ കാര്യങ്ങളും മുന്നോട്ട് വയ്ക്കാൻ. പക്ഷെ തേർഡ് പാർട്ടിയുടെ മടി മാറ്റിയത് നിങ്ങൾ ഓരോ ചുവടും മുന്നിലേക്ക് വെക്കുമ്പോഴായിരുന്നു. നിങ്ങളാണെങ്കിൽ തേർഡ് പാർട്ടിയുടെ മുമ്പിൽ വെച്ച് തന്നെ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു. അതൊക്കെ കേട്ട് ചിരിച്ചു നിന്ന തേർഡ് പാർട്ടിയുടെ മനസ്സിൽ ഒരു കടലിരമ്പുന്നുണ്ടായിരുന്നു. നിങ്ങളോടുള്ള അസൂയയുടേതായൊരു കടൽ. നിങ്ങളെ എങ്ങനെയെങ്കിലും തകർക്കണം എന്നുള്ള ആഗ്രഹത്താൽ എപ്പോഴും നിങ്ങളോടൊപ്പം കൂടി. പലപ്പോഴും നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ, നന്മക്കായി കുറ്റപ്പെടുത്തുന്ന രീതിയിൽ തേർഡ് പാർട്ടിയുടെ യഥാർത്ഥ രൂപം തേർഡ് പാർട്ടി പലപ്പോഴും കാണിച്ചു തുടങ്ങി. അറിഞ്ഞേക്കുക, തേർഡ് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ തേർഡ് പാർട്ടി മാറ്റിയിട്ടില്ല. തേർഡ് പാർട്ടിക്ക് മാറ്റാനും കഴിയില്ല. നിങ്ങളുടെ വ്യക്തി നിങ്ങളുമായി ചേർന്ന് ഇത്രയും വലിയൊരു കോമ്പിനേഷന്, ഇത്രയും വലിയൊരു സൗഭാഗ്യത്തിലേക്ക് നിങ്ങൾ എത്തുമോ എന്നുള്ളത് തേർഡ് പാർട്ടി ആദ്യം കരുതിയില്ല. തേർഡ് പാർട്ടിക്ക് അക്കാര്യത്തിലുണ്ടായ വീഴ്ച വലുതാണ്. അതിന് തേർഡ് പാർട്ടിക്ക് ഇപ്പോഴും ദുഃഖമുണ്ട്. നിങ്ങളുടെ വ്യക്തിയെ ഒരുമിക്കാൻ വിടരുതായിരുന്നു എന്നാണ് തേർഡ് പാർട്ടി കരുതുന്നത്. നിങ്ങൾ എന്ത് നന്മ തേർഡ് പാർട്ടിക്ക് ചെയ്താലും ആ തേർഡ് പാർട്ടി നിങ്ങളോട് ഒരിക്കലും മനസ്സുകൊണ്ട് ഒരുമിക്കില്ല. ഒരു വാക്കുപോലും ഹൃദയത്തിൽ തൊട്ട് നിങ്ങളോട് ആത്മാർത്ഥമായി പറയാൻ ആ തേർഡ് പാർട്ടിക്ക് സാധിക്കില്ല. കടലിരമ്പുന്നത് പോലെ നിങ്ങളോടുള്ള വൈരാഗ്യം ഇരമ്പുകയാണ്. തേർഡ് പാർട്ടിയുടെ മനസ്സ് നിങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാത്തതിൻ്റെ ആ ഒരു ഇരമ്പൽ കാണാം. പലപ്പോഴും അത് തേർഡ് പാർട്ടി അറിയാതെ ആ മനസ്സിൽ നിന്നും വരും. ഇപ്പോൾ നിങ്ങൾക്കും കാര്യങ്ങൾ വ്യക്തമാണ്. പക്ഷെ തന്ത്രമാണ് ഇവിടെ വേണ്ടത്. നിങ്ങളെ തന്ത്രത്തിൽ
സ്നേഹം കാണിച്ച് തകർക്കാൻ ശ്രമിക്കുന്ന തേർഡ് പാർട്ടിയുടെ മുമ്പിൽ നിങ്ങൾ തകർന്നിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടി കൃത്യമായ തന്ത്രമാണ്. അതിലൊന്നാമത്തെ തന്ത്രമെന്ന് പറയുന്നത് മനസ്സ് ഒരിക്കലും തേർഡ് പാർട്ടിക്ക് മുമ്പിൽ തുറക്കരുത്. നിങ്ങൾക്ക് ഒന്നാണ് വേണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ആണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് പറയുക. ഒരിക്കലും എക്സാക്റ്റ് ആയിട്ടുള്ള കൃത്യമായ ഒരു നിലപാടുകളെക്കുറിച്ചോ ഒരു പ്ലാനിനെക്കുറിച്ചോ തേർഡ് പാർട്ടിയോട് പറയരുത്. അത് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ എത്ര ആയിട്ടാണെങ്കിലും നിങ്ങളെ തകർക്കാനുള്ള ശ്രമങ്ങളുമായിട്ട് തേർഡ് പാർട്ടി വരും. തേർഡ് പാർട്ടി അതിന് ശ്രമിക്കും. തേർഡ് പാർട്ടിയുടെ ശ്രമങ്ങൾ പരാജയപ്പെടുത്തേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ്. തേർഡ് പാർട്ടിയുടെ ശ്രമങ്ങളെ ഇല്ലാതാക്കേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ്. ഒരിക്കലും തേർഡ് പാർട്ടി വിജയിക്കാൻ പാടില്ല. നിങ്ങൾ കൃത്യമായി അത് കരുതിയിരിക്കുക. തേർഡ് പാർട്ടിയുടെ മനസ്സിൽ നിങ്ങളൊരിക്കലും വിജയിക്കാൻ പാടില്ലെന്നുള്ളതാണ്. നിങ്ങൾക്കൊരു തടസ്സമുണ്ടായെന്ന് തടസ്സമില്ലാത്ത രീതിയിൽ നിങ്ങൾ തേർഡ് പാർട്ടിയോടൊന്ന് പറഞ്ഞു നോക്കിയേ. ആ കണ്ണുകളിലൊരു വിടറിൽ നിങ്ങൾക്ക് കാണാം, ഒരു തെളിച്ചമുണ്ടാവും. നിങ്ങൾ ഒരു വീഴ്ചയെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ അതേക്കുറിച്ച് തേർഡ് പാർട്ടിയോട് പറയരുത്. തേർഡ് പാർട്ടിയോട് ദേഷ്യം പ്രത്യക്ഷമായി കാണിക്കേണ്ട. തേർഡ് പാർട്ടിയുടെ പ്ലാനുകൾ നിങ്ങൾ അറിയാൻ ശ്രമിക്കുക. നിങ്ങളൊന്നിനെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ ആ കാര്യത്തെ ഭയപ്പെടുന്നില്ല എന്ന് തന്നെ പറയുക. നോർമലായിട്ട് പറയുക. നിങ്ങളൊരു വ്യക്തിയോട് ദേഷ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ തേർഡ് പാർട്ടിക്ക് മുമ്പിൽ ആ വ്യക്തിയോട് ദേഷ്യം പ്രകടിപ്പിക്കരുത്. ആ വ്യക്തി നല്ലതാണെന്നോ എത്ര നല്ല മനുഷ്യനാണെന്നോ പറയുക. തേർഡ് പാർട്ടി ആ വ്യക്തിയെയും നിങ്ങളെയും തമ്മിൽ തെറ്റിക്കാനുള്ള ഒരു സാധ്യതയും തേർഡ് പാർട്ടിക്ക് കൊടുക്കരുത്. എല്ലാ നിലയിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ളത് മറച്ചു വെച്ച് തന്നെ മുന്നോട്ട് പോവുക. കാരണം ഒരിക്കലെങ്കിലും നിങ്ങളുടെ മനസ്സിലുള്ള യഥാർത്ഥ സംഭവങ്ങൾ അറിഞ്ഞാൽ എങ്ങനെ നിങ്ങൾക്ക് തിരിച്ചൊരു പണി നൽകാമെന്ന് തേർഡ് പാർട്ടി ആലോചിക്കും. എപ്പോഴും സൗമ്യത കൈവെടിയാതെ തേർഡ് പാർട്ടിയോട് പെരുമാറുക. ഒന്നും നൽകുകയും വേണ്ട, ഒരു സഹായവും പ്രത്യക്ഷം നൽകുകയും ചെയ്യരുത്. പക്ഷെ തേർഡ് പാർട്ടിയുടെ അറിയണം, നിങ്ങൾക്കെതിരെ തേർഡ് പാർട്ടി വിരിക്കാൻ പോകുന്ന വലകളെക്കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയും. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി തേർഡ് പാർട്ടിയുടെ പ്രവർത്തനങ്ങളെ. ഒന്നും അറിയാത്തൊരു വ്യക്തിയെപ്പോലെ. അങ്ങനെ നിങ്ങൾക്ക് തേർഡ് പാർട്ടിയുടെ യഥാർത്ഥ മുഖം കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ തേർഡ് പാർട്ടിക്ക് ഒരു പരിധിയിൽ കൂടുതൽ ദേഷ്യം കൊണ്ടാണെങ്കിലും സ്നേഹം കൊണ്ടാണെങ്കിലും ഒരു പ്രാധാന്യവും നൽകണ്ട. തേർഡ് പാർട്ടി വെറും തേർഡ് പാർട്ടി മാത്രമാണ്. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും നിറഞ്ഞ ജീവിതത്തിൽ നിങ്ങളുടെ മുകളിലുള്ള ശക്തിയുടെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ലഭിക്കും. തേർഡ് പാർട്ടിയെ ഭയപ്പെടേണ്ട, പരിഗണിക്കേണ്ട, അങ്ങനെ ഒരാളുണ്ടെന്ന് കരുതണ്ട. ഒരു കാര്യത്തിലൊഴിച്ച് സൂക്ഷിക്കുക. നിങ്ങളുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് നഷ്ടമുണ്ടാകുന്ന ഒന്നും തേർഡ് പാർട്ടി അറിയാതിരിക്കാൻ ശ്രമിക്കുക. അറിയേണ്ട കാര്യങ്ങൾ, ഒരു പ്രാധാന്യമില്ലാത്ത കാര്യങ്ങൾ മാത്രം അറിയിക്കുക. അറിഞ്ഞാലും കുഴപ്പമില്ല എന്നുള്ള കാര്യങ്ങൾ, അതും ദിശയും സമയവും സംഭവവും ഒക്കെ മാറ്റി മാറ്റി പറയുക. അങ്ങനെ ലക്ഷ്യം തെറ്റി തേർഡ് പാർട്ടി പോകട്ടെ. അങ്ങനെ തേർഡ് പാർട്ടിയുടെ ലക്ഷ്യം തെറ്റൽ നമുക്ക് ആസ്വദിക്കാം. എപ്പോഴും നിങ്ങളുടെ ശക്തിയോട് കൃത്യമായി പ്രാർത്ഥിക്കുക. ഈ തേർഡ് പാർട്ടിയുടെ ആ ദുഷ്ട മനസ്സ് തകരണമെന്ന് തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. കാരണം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനുള്ള ഭാഗ്യമുണ്ടായാൽ ആ തേർഡ് പാർട്ടിയെ നിങ്ങൾക്ക് തോൽപ്പിക്കാൻ കഴിയും. തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ കാര്യത്തിൽ ഒരു പരിഗണനയും നൽകണ്ട. കാരണം തേർഡ് പാർട്ടി നിങ്ങൾക്ക് പരിഗണന നൽകിയിട്ടില്ല. ചിലപ്പോൾ സ്നേഹം അഭിനയിക്കും, അത് നിങ്ങൾക്കറിയാൻ തുടക്കം മുതൽ. പക്ഷേ യഥാർത്ഥ രൂപം തേർഡ് പാർട്ടി നിങ്ങളൊന്ന് വീണാൽ കാണിക്കും. നിങ്ങളൊന്ന് തളർന്നു വീണാൽ തേർഡ് പാർട്ടിയുടെ കണ്ണുകളിലും തേർഡ് പാർട്ടിയുടെ മനസ്സിനും തേർഡ് പാർട്ടിയുടെ നാവിൻ തുമ്പിൽ നിന്ന് നിങ്ങൾക്കതിൻ്റെ രൂക്ഷത അറിയാൻ കഴിയും. ഒരിക്കലും തേർഡ് പാർട്ടിക്ക് വേണ്ടി, തേർഡ് പാർട്ടിയെ സംരക്ഷിക്കുന്ന നിലയിലുള്ള ഒരു കാര്യവും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകരുത്. പ്രത്യക്ഷമായി തേർഡ് പാർട്ടിക്കെതിരെ പൊരുതുകയും ചെയ്യരുത്. കാരണം നിങ്ങളുടെ മനസ്സറിയാവുന്നതുകൊണ്ടാണ് പറയുന്നത്.
ഒരു പൊരുതലിന് പോകുന്നതല്ല നിങ്ങളുടെ മനസ്സ്. സൗമ്യതയോടെ മുന്നോട്ട് പോവുക. ഉള്ളിൽ ആ ദേഷ്യവും തേർഡ് പാർട്ടിയുടെ യഥാർത്ഥ മുഖവും നിങ്ങൾ അറിയുക തന്നെ വേണം. ഒന്നും ഭയപ്പെടണ്ട. തേർഡ് പാർട്ടി വിജയിക്കാൻ പോകുന്നില്ല. വിജയം നിങ്ങൾക്ക് തന്നെയായിരിക്കും. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. മനസ്സിൽ ആത്മവിശ്വാസവും ആത്മീയ ചിന്തയും നിറക്കുക. തേർഡ് പാർട്ടിയെ പരാജയപ്പെടുത്താൻ കഴിയും. തേർഡ് പാർട്ടി ഇന്നു മുതൽ നിങ്ങൾക്കൊരു ശത്രുവല്ല, നിങ്ങൾക്കൊരു കാഴ്ച വസ്തു മാത്രമാണ്. നിങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയാത്ത കാഴ്ച വസ്തു. നിങ്ങൾ ഉറപ്പിക്കുക. തേർഡ് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ വിജയിക്കുമോ എന്നോർത്ത് ആശങ്കപ്പെടരുത്. കാരണം അതിനില്ല തേർഡ് പാർട്ടി. അങ്ങനെയും തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ മനസ്സിലൊരു പ്രാധാന്യം നൽകരുത്. തേർഡ് പാർട്ടി തൃണവൽക്കരിച്ച് മുന്നോട്ട് പോവുക. പക്ഷേ അത് വാക്കിലും പ്രവൃത്തിയിലും അറിയരുത്, മനസ്സിൻ്റെ ഉള്ളിൽ മാത്രം. പ്രത്യക്ഷത്തിൽ നിങ്ങൾ തേർഡ് പാർട്ടിയെ ശ്രദ്ധിക്കുന്നില്ലെന്ന് തേർഡ് പാർട്ടി എപ്പോഴും കരുതട്ടെ. അപ്പോൾ കൂടുതൽ ദൃശ്യമാകും നിങ്ങൾക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ. മുന്നേ കൂട്ടി നിങ്ങൾക്ക് ദൃശ്യമാകും തേർഡ് പാർട്ടിയുടെ. അങ്ങനെ നിങ്ങൾക്കത് പരാജയപ്പെടുത്താൻ കഴിയും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. ഈ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക.